നല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് വയറും മനസ്സും നിറയാറുണ്ട്. എന്താണ് അതിൻ്റെ ഗുട്ടൻസ്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ദ ഹെൽത്ത് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വയറും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എന്താണ് മനസ്സ്? തലച്ചോറിനെയും ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന നാഡീകൂട്ടങ്ങളെയും ഒരുമിച്ച് ചേർത്ത് നമുക്ക് മനസ്സ് എന്ന് വിളിക്കാം. അതല്ലാതെ മൂർത്തമായ തൊട്ടുകാണിക്കാനോ MRI എടുത്തു നോക്കാനോ പറ്റുന്ന മനസ്സെന്ന ഒറ്റ അവയവം മനുഷ്യ ശരീരത്തിലോ മറ്റു ജീവജാലങ്ങളിലോ ഇല്ല. അമൂർത്തമായ മനസ്സിനെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും കൂട്ടത്തെ നമുക്ക് മനസ്സെന്ന് വിളിക്കാം. തലച്ചോറും ദഹനവ്യവസ്ഥയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മനോഹരമായി അലങ്കരിച്ച ഒരു പിറന്നാൾ കേക്ക്, അല്ലെങ്കിൽ ഒരു ബർഗർ, അതുമല്ലെങ്കിൽ നല്ലൊരു സദ്യ, ഒന്ന് ഓർത്തു നോക്കൂ. ആഹാരത്തെക്കുറിച്ചുള്ള ഓർമ്മ പോലും വായിൽ വെള്ളമൂറിക്കുന്നില്ലേ? ഇപ്പോൾ ചെറുതായൊരു വിശപ്പ് തോന്നുന്നുണ്ടോ? ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത എന്തുകൊണ്ടാണ് വായിൽ വെള്ളം നിറയാൻ കാരണമാകുന്നത്? ഭക്ഷണം നന്നായി ചവച്ചരക്കാനും വിഴുങ്ങാനും ദഹിപ്പിക്കാനും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒരുപാട് രാസപദാർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഉമിനീരിനു പോലും അത്തരം കഴിവുകളുണ്ട്. വായിൽ വെള്ളമൂറുന്നതിൻ്റെ അർത്ഥം ഭക്ഷണം തരൂ, ദഹിപ്പിക്കാൻ ഞാൻ തയ്യാറായി എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു ആഹാര സാധനത്തെക്കുറിച്ചുള്ള ചിന്ത ഇതേ അനുഭവം ഉണ്ടാക്കുമോ? ഇല്ല. മനസ്സ് ഒരു മാന്ത്രികൻ തന്നെ, അല്ലേ? നിങ്ങളുടെ കാമുകനെയോ കാമുകിയെയോ കാണുമ്പോൾ വയറ്റിനുള്ളിൽ പൂമ്പാറ്റ പറക്കുന്ന, മഞ്ഞു പെയ്യുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വിശപ്പിനോട് മാത്രമല്ല, മനുഷ്യൻ്റെ പലവിധ വികാരങ്ങളോടും സെൻസിറ്റീവാണ് നമ്മുടെ ദഹനവ്യവസ്ഥ. ദേഷ്യം, ഉത്കണ്ഠ, സങ്കടം തുടങ്ങിയ വികാരങ്ങൾക്കും ദഹനവ്യവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വിശപ്പ് തോന്നാറില്ല. ചിലർ ഉത്കണ്ഠയെ അകറ്റാൻ അമിതമായി ഭക്ഷണം കഴിക്കുന്നതായും കാണാറുണ്ട്. അമിതമായ വിശപ്പും വിശപ്പില്ലായ്മയുമൊക്കെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ അനുഭവിക്കുന്ന ആളുകളിൽ ദഹന പ്രശ്നങ്ങൾ, വയറ്റിലെ അസ്വസ്ഥത, പുളിച്ചു തികട്ടൽ, മലബന്ധം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകളും കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ലക്ഷണങ്ങൾ ആങ്സൈറ്റിയുടെ മാത്രം ലക്ഷണങ്ങളാണ് എന്നല്ല, മറ്റു പല ശാരീരികമായ രോഗങ്ങളുടെയും ലക്ഷണങ്ങളുമാവാം. അതുപോലെ തന്നെ വിശക്കുമ്പോൾ നമുക്ക് തലവേദന അനുഭവപ്പെടാറുണ്ട്. വിശപ്പ് പലരെയും മുൻകോപിയാക്കാറുണ്ട്. നന്നായി ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമൊക്കെ തോന്നാറുമുണ്ട്. അതായത് മനസ്സും വയറും തമ്മിലുള്ള ബന്ധം ഒരു 2-way റിലേഷൻഷിപ്പാണ്. ദഹനപ്രക്രിയയെ സ്വാധീനിക്കാൻ തലച്ചോറിനും തലച്ചോറിനെ സ്വാധീനിക്കാൻ നമ്മുടെ വയറിനും നിഷ്പ്രയാസം കഴിയും എന്നു സാരം. ഒരാളുടെ മനസ്സിൽ കയറിക്കൂടാൻ അയാളുമായി സ്വാദിഷ്ടമായ ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചാൽ മതി.